നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി മുഖപത്രമായ വീക്ഷണം. കോഴിക്കോട് DCC ഉദ്ഘാടനത്തിൽ നടന്നത് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയാണെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനം. പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും അപകീർത്തിപ്പെടുത്തരുതെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കി. സൂര്യഗായത്രിയുണ്ട് വിവരങ്ങളുമായി. സൂര്യ, എന്തായാലും ഈ ഒരു മുഖപ്രസംഗം പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇപ്പോഴും ഇതിന്റെ ഈ ഒരു കോഴിക്കോട് ഉദ്ഘാടനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നൊരു സാഹചര്യത്തിൽ മുഖപ്രസംഗത്തിൽ മാത്രം ഒതുങ്ങുമോ കാര്യങ്ങൾ? ഇടിച്ചുകയറി മുഖം കാണിക്കുന്നതിൽ ആദ്യമായിട്ടല്ല കോൺഗ്രസ് വിമർശനം നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുൻപ് തന്നെ പല ചടങ്ങുകളിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് വിമർശിച്ചുകൊണ്ട്, അത് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി മുഖപത്രത്തിൽ തന്നെ ലേഖനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം കൂടുതൽ ഗൗരവതരമായിട്ടുന്നത്. ഇടിച്ചുകയറിയും പിടിച്ചുതള്ളിയുമല്ല ഇത്തരത്തിൽ മുഖം കാണിക്കേണ്ടത് എന്നുള്ള വിമർശനമാണ് പാർട്ടി മുഖപത്രം മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ ബൈറ്റുകൾ പലതും തരുമ്പോഴും അല്ലെങ്കിൽ മറ്റ് പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കാൻ എത്തുമ്പോഴും നേതാക്കൾ തമ്മിൽ ഇത്തരത്തിൽ ഇടിച്ച് തള്ളുന്ന ഒരു പ്രവണത, അത് പാർട്ടിക്ക് ഒട്ടും ഗുണം ചെയ്യില്ല എന്നുള്ള വിമർശനങ്ങൾ പാർട്ടിക്ക് അകത്തു നിന്നും പുറത്തുനിന്നും ഒക്കെ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് കോഴിക്കോട് DCC-യിലുണ്ടായ ഒരു പരിപാടിക്കിടയിൽ ഇത്തരത്തിൽ നേതാക്കൾക്കിടയിൽ ഒരു ഉന്തും തള്ളും ഒക്കെ ഉണ്ടായത്. അത് വലിയ പരിഹാസങ്ങൾക്ക് വഴിവെച്ചു എന്നുള്ളതാണ്. പാർട്ടി നേതാക്കൾക്കെതിരെ, കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ പുറത്തുനിന്ന് തന്നെ നേതാക്കൾ, പാർട്ടി പ്രവർത്തകർ ഉയർത്തുന്നതിന് ഇതൊരു കാരണമായി എന്നുള്ള DCC-യിൽ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഉൾപ്പെടെ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനു മുൻപായിട്ട് പരിഹാസം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പരിഹാസം നേരിടേണ്ടതായിട്ട് വന്നു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതത്ര അത് മോശമാണ്, അല്ലെങ്കിൽ അത് നിർത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പാർട്ടി മുഖപത്രത്തിലെ ലേഖനം സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജനക്കൂട്ട പാർട്ടി എന്നാണ് കോൺഗ്രസ് പൊതുവെ അറിയപ്പെടുന്നത്. അതൊരു ജനാധിപത്യപരമായ ഒരു വിശാലത കൊണ്ടാണ് അത്തരത്തിൽ അറിയപ്പെടുന്നത്. അത് ഒരു കുത്തഴിഞ്ഞ അവസ്ഥയാക്കി അതിനെ മാറ്റരുത് എന്നുള്ള വിമർശനമാണ് ഈ മുഖപത്രത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ഇത്തരത്തിൽ നേതാക്കൾക്കിടയിലെ ഉന്തും തള്ളും ഒക്കെ. അതിനൊരു മാറ്റം പാർട്ടി മുഖപത്രത്തിലെ വിമർശനത്തിലൂടെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലേഖനത്തിൽ പറയുന്നത്, ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ജനങ്ങൾ നടത്തുന്നത്. പോളിംഗ് ബൂത്തിൽ എത്തി സർക്കാരിനെ താഴിറക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവരുടെ മനം മടുപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം കൂടി ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് നല്ലൊരു ഫ്രെയിം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള അവസരം നൽകണം. ഇത്തരത്തിൽ ഉന്തും തള്ളും ഒക്കെ ഉണ്ടാക്കി മുഖം കാണിക്കേണ്ടതില്ല, ഇത്തരത്തിലല്ല മുഖം കാണിക്കേണ്ടത് എന്നുള്ള വിമർശനം, അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് വീക്ഷണം പത്രത്തിലെ ലേഖനത്തിൽ ഇന്നിപ്പോൾ ഉള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടാകേണ്ട പെരുമാറ്റച്ചട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു വരും. അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ DCC-യിൽ ഉണ്ടായ സംഭവം അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നു. പാർട്ടി മുഖപത്രത്തിൽ തന്നെ അത്തരത്തിൽ വിമർശനം ഇന്നിപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകി.